റബ്ബർ ബാൻഡിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യും, ഒരു ബലം കൊടുക്കുമ്പോൾ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് മാത്രം. ആ ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ they will retain their original shape when the stress is removed. This is due to the presence of few crosslinks between the chains, which helps the polymer to react to its original position after the force is removed than as in vulcanized rubber. The most important example of elastomer is natural rubber. Rubber തന്നെയാണ്. Next, fibers. These are polymers which have strong intermolecular forces between the chains. Chains in the ഇടയിൽ strong intermolecular forces ഉണ്ടായിരിക്കും. These forces are either hydrogen bonds or dipole-dipole interactions. ഒന്നുകിൽ hydrogen bonds ആയിരിക്കും അല്ലെങ്കിൽ dipole-dipole interactions ആയിരിക്കും. Because of the strong forces, the chains are closely packed. Chains എന്തായിരിക്കും? Closely packed ആയിരിക്കും, giving them high tensile strength and less elasticity. Tensile strength വളരെ കൂടുതലും elasticity കുറവുമായിരിക്കും. These polymers can be drawn into long, thin and thread-like fibers and therefore can be woven into fabrics. Okay. അതുകൊണ്ട് തന്നെ നൈലോൺ 66, സിൽക്ക് ഇതെല്ലാം എന്താണ്? ഫൈബേഴ്സ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, അവരുടെ ഇലാസ്റ്റിസിറ്റി കുറവുമാണ്. നെക്സ്റ്റ്, thermoplastics. Thermoplastics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are linear polymers with very few cross-linkings or no cross-linkings at all. എന്താണ് thermoplastics എന്ന് പറയുന്നത്? എന്താണ്? ലീനിയർ പോളിമേഴ്സ് ആണ്. അവരുടെ ഇടയിൽ ക്രോസ് ലിങ്കിങ് കാണില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. The polymeric chains are held by weak van der Waals forces and slide over one another. ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് വളരെ വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾ ഫോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു? ഒന്നിന് മേളിൽ ഒന്നായിട്ട് സ്ലൈഡ് ചെയ്യുന്നു. Due to lack of cross linkage, these polymers soften on heating and harden or become rigid on cooling. ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോളിമേഴ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സോഫ്റ്റ് ആവുന്നു ആൻഡ് ഹാർഡൻ ഓർ ബിക്കം റിജിഡ് ഓൺ കൂളിംഗ്. കൂൾ ചെയ്യുന്ന സമയത്ത് ഹാർഡ് ആവുന്നു. ദസ് ദേ ക്യാൻ ബി മോൾഡഡ് ടു എനി ഷേപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാനായിട്ട് പറ്റും. പോളിത്തീൻ, PVC, polystyrene are addition type thermoplastics and terling nylon are condensation type thermoplastics. Okay. അപ്പോൾ PVC, പോളിയെത്തിലീനും പോളിത്തീനും പോളിസ്റ്റൈറീനും എല്ലാം അഡിഷൻ ടൈപ്പ് തെർമോപ്ലാസ്റ്റിക്സ് ആണ്. അഡിഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാക്കുന്ന തെർമോപ്ലാസ്റ്റിക്സും ടെർലീനും നൈലോണും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തെർമോപ്ലാസ്റ്റിക്സുമാണ്. ഇനി പ്ലാസ്റ്റിസൈസേഴ്സ്. Certain plastics do not soften much on heating. These can be easily softened by adding of some organic compounds which are called plasticizers. ചില പ്ലാസ്റ്റിക്സിനെ നമുക്ക് ചൂടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് സോഫ്റ്റൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദ അഡീഷൻ ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ് പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, polyvinyl chloride is very stiff and hard, but it is made soft by adding di-N-butyl phthalate as plasticizer. Some other common plasticizer are dialkyl phthalate and ceryl phthalate. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തെർമോപ്ലാസ്റ്റിക്സ് ചൂടാകുമ്പോൾ സോഫ്റ്റ് ആവുന്നില്ല എങ്കിൽ അവരെ സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓർഗാനിക് സബ്സ്റ്റൻസിനെയാണ് പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. Thermosetting polymers. Usually, thermosetting polymers can be heated only once when it's permanently set into a solid which cannot be remelted and remolded. നമ്മളൊരു പ്ലാസ്റ്റിക് എടുക്കുന്നു, ആ പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഒരിക്കൽ ചൂടാകുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും. പക്ഷെ അത് കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ടും എന്തായിട്ട് മാറും? സെറ്റ് ആവും. പിന്നെ നമുക്ക് അതിനെ ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിലേറ്റീവ്ലി നോ മോളിക്കുലാർ മാസ് സെമി ഫ്ലൂയിഡ് പോളിമേഴ്സ് which are on heating develop extensive cross-linking by themselves by adding some cross-linking agents and becomes infusible and into hard mass. Okay, എത്രയേ ഉള്ളൂ. അതായത്
നമ്മൾ ഒരിക്കൽ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും, ദെൻ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടും അതൊരു സോളിഡ് മാസ്. അവരുടെ ക്രോസ് ലിങ്കിങ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് പിന്നെ അവരെ റീമോൾഡ് ചെയ്യാൻ പറ്റാത്ത പോളിമേഴ്സ് ആണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ഓക്കെ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോപ്ലാസ്റ്റിക്സ് ലീനിയർ ആണ്, തെർമോസെറ്റിംഗ് ക്രോസ് ലിങ്ക്ഡ് ആണ്. ദെൻ thermoplastics ആകുമ്പോൾ weak van der Waals intermolecular forces and thus soften melt on heating. അവിടെ chemical cross linking make them infusible, do not melt on heating. ഇനി molten polymer can be molded into desired shape, it can be remolded by heating again. Cross linking is usually developed at the time of molding where they harden irreversibly. Then examples എന്ന് പറയുന്നത് polystyrene, PVC, SBR, Teflon, PMMA, Terling, etc. ഇവിടെ examples epoxy polymers, glyptals, formaldehyde resins, etc. Okay. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് some commercially important polymers ആണ്. അതിലെ ഫസ്റ്റ് വൺ ഈസ് polydienes. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കേൾക്കുന്നതാണ് polydienes. These polymers are obtained when an unsaturated hydrocarbon with two double bonds or when a diene is polymerized with a substituted alkene. The polymer belonging to the class are rubbers or elastomers. They can be natural or artificial. Consequently, we have natural rubber and synthetic rubber. Natural rubber ആകുമ്പോൾ it is a polymer of unsaturated hydrocarbon. 2-methyl 1,3-butadiene is also called isoprene. It is obtained from the latex of rubber trees found in tropical and semi-tropical countries such as India. നമ്മുടെ സാധാ റബ്ബർ ഷീറ്റ് ആണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് obtained from latex ആണ്. ഇന്തോനേഷ്യ, മലേഷ്യ ഒക്കെയാണ് ഇവരുടെ ഒറിജിനേറ്റിംഗ് കൺട്രി. The latex contains about 25 to 40% of rubber hydrocarbon dispersed in water along with stabilizer proteins and some fatty acids. നമ്മൾ ഫോമിക് ആസിഡും വാട്ടറും ഈ റബ്ബർ പാലും കൂടെ ഒഴിച്ചാണല്ലോ മിക്സ് ചെയ്യുന്നത്. This is a natural polymer and possesses remarkable elasticity. നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള, നന്നായിട്ട് വലിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റബ്ബേഴ്സ് ആണ് പോളി ഐസോപ്രീൻ, അതായത് നാച്ചുറൽ റബ്ബർ. ഐസോപ്രീൻ ആണ് ഇവിടുത്തെ പോളിമർ, അതായത് 2-methyl 1,3-butadiene. അതിനെ പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോളി ഐസോപ്രീൻ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, in natural rubber 10,000 to 20,000 isoprene units are linked together. 10,000 മുതൽ 20,000 വരെ. In natural rubber 10,000 to 20,000 isoprene units are linked together. Okay, 10,000 മുതൽ 20,000 വരെ ഐസോപ്രീൻ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്താണ് നാച്ചുറൽ റബ്ബറിൽ കാണപ്പെടുന്നത്. ഇനി ഡ്രോബാക്സ് ഓഫ് റബ്ബർ. Raw natural rubber has a number of drawbacks. For example, rubber is brittle at low temperature and becomes very soft at high temperature. This can be used only in the limited temperature range 10 to 60 degree. Okay, നമ്മുടെ നാച്ചുറൽ റബ്ബർ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ആവും, അതുകൊണ്ട് മാക്സിമം 60 ഡിഗ്രി വരെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is too soft to be used for heavy duty operations. Heavy duty operationsന് ഒരിക്കലും നാച്ചുറൽ റബ്ബർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. On stretching, it undergoes permanent deformation. അത് വളരെ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ഡീഫോർമേഷൻ ആവും, പിന്നെ നമുക്ക് അതിനെ തിരിച്ച് പഴയതുപോലെ ആക്കാനും പറ്റത്തില്ല. Non-resistant to mineral oils, organic solvents and even action of water, it has large water absorption capacity. നാച്ചുറൽ റബ്ബർ എന്താണ്, വാട്ടറിനെ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ബാക്കി കെമിക്കലോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും ഉടനെ ഡാമേജ് വരുന്നു എന്നുള്ളതാണ് ഈ നാച്ചുറൽ റബ്ബറിൻ്റെ ഡ്രോബാക്സ്. അപ്പോൾ ഈ ഡ്രോബാക്സ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു പ്രോസസ്സാണ് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. The wide applications of rubber are due to its property called elasticity, and that is why rubber is said to be an elastoplastic or elastomer. റബ്ബറിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റോമർ എന്ന് വിളിക്കുന്നു. ആക്സിഡന്റലി in 1893 Charles Goodyear discovered the addition of sulfur to hot rubber cause changes that improve its physical properties and spectacular manner.
ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഈ റബ്ബറിന്റെ കൂടെ സൾഫറും കൂടെ ചേർത്ത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പല പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. ആൻഡ് ഈ റബ്ബറിന്റെ കൂടെ സൾഫറും കൂടെ ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് crude rubber in presence of sulfur or dipping it in a solution of CS2 carbon disulfide അല്ലെങ്കിൽ sulfur chloride. Vulcanization depends on the amount of sulfur used. Vulcanization നമ്മൾ ഉപയോഗിച്ച സൾഫറിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. By increasing the amount of sulfur, rubber can be hardened. Sulfur കൂടുന്നതനുസരിച്ച് റബ്ബർ ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. Then temperature, then duration of heating. Crude rubber is intimately mixed with about 3% sulfur, an accelerator and activator, and then heated to about 150 degrees Celsius. For tires, it is 153. Temperature കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് കൂടുന്നു. Vulcanization is a progressive reaction and is allowed to a definite stage. The detailed mode of vulcanization processes may be difficult to visualize, but probable structure of vulcanized rubber കണ്ടോ, ലീനിയർ ആയിട്ടുള്ള നാച്ചുറൽ റബ്ബറിനെ സൾഫറും കൂടെ ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായി, ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു, അതായത് അപ്പോൾ നമുക്കറിയാം ലീനിയറിനേക്കാളും ഭയങ്കര സ്ട്രെങ്തും ടെൻസൈൽ സ്ട്രെങ്തും കൂടുതലാണ് ഇത് ക്രോസ് ലിങ്ക്ഡ് പോളിമറിന്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള നാച്ചുറൽ റബ്ബർ വൾക്കനൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ അത് ക്രോസ് ലിങ്ക്ഡ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ കമ്പാരിസൺ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ റബ്ബറും വൾക്കനൈസ്ഡ് റബ്ബറും തമ്മിൽ. നാച്ചുറൽ റബ്ബർ ഈസ് സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി. Vulcanized rubber is hard and non-sticky. Natural rubber has low tensile strength. Vulcanized ആകുമ്പോൾ അത് high tensile strength. Natural rubber has low elasticity. Vulcanized rubber has high elasticity. In case of natural rubber, it can be used over a narrow range of temperature from 10 degree to 60 degree Celsius. പക്ഷേ vulcanized rubber ആകുമ്പോൾ -40 degree to 100 degrees Celsius. And it has low wear and tear resistance, but vulcanized rubber has high wear and tear resistance. And natural rubber is soluble in solvents like either carbon tetrachloride, petrol, etc. But vulcanized rubber is insoluble in most of the common solvents. Okay. Ini synthetic rubbers. Synthetic high polymers processing similar physical properties as that of natural rubber are called synthetic rubber. Usually, synthetic rubber is an improvement over natural rubber, specifically with respect to resistance to oils, gas, solvents, etc. Some synthetic rubbers are made by polymerization of only one monomer. For example, neoprene is made by polymerization of chloroprene, while synthetic rubbers like Buna S, Buna N, and butyl rubber are copolymers, as these have more than one monomer. Okay, അപ്പോൾ നിയോപ്രീൻ എന്ന് പറയുന്നത് ഒരു ഹോമോപോളിമറും ബ്യൂണ എസ്, ബ്യൂണ എൻ, ബ്യൂട്ടൈൽ റബ്ബർ എന്ന് പറയുന്നത് കോപോളിമറും ആയിരിക്കും. നിയോപ്രീൻ. The synthetic rubber resembles natural rubber in its properties. Is it obtained by polymerization of chloroprene? Chloroprene polymerization നടത്തിയാണ് നിയോപ്രീൻ ഉണ്ടാക്കുന്നത്. Chloroprene is obtained by the reaction of HCl with the vinyl acetate. Okay. അപ്പോൾ വിനൈൽ അസറ്റേറ്റും ക്ലോറോപ്രീനും. അപ്പോൾ എന്താണ്, നിയോപ്രീൻ എന്ന് പറയുന്നത് ഒരു കോപോളിമറാണ്. രണ്ട് പോളിമർ ചേർന്നിട്ടാണ് നിയോപ്രീൻ ഫോം ചെയ്യുന്നത്, ക്ലോറോപ്രീൻ ഫോം ചെയ്യുന്നത്. ആ ക്ലോറോപ്രീനെ കമ്പൈൻ ചെയ്തിട്ടാണ് നിയോപ്രീൻ നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നത്. നിയോപ്രീൻ ഈസ് സുപ്പീരിയർ ടു നാച്ചുറൽ റബ്ബർ ഈസ് ഇൻ ഇറ്റ്സ് അവൈലബിലിറ്റി, സ്റ്റെബിലിറ്റി to aerial oxidation and its resistance to oils, gasoline and other solvents. Neoprene used for making belts, hoses, show heels, stoppers, etc. Manufacture of containers for storing petrol, oil and other solvents. ഇത്രയുമാണ് നിയോപ്രീൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഇനി Buna S, it is obtained by the polymerization of butadiene and styrene in presence of sodium metal.
ഇതും കോപോളിമർ ആണ്. ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ഇൻ പ്രസൻസ് ഓഫ് സോഡിയം we will get Buna S. Buna S, Bu stands for butadiene, Na stands for sodium and S stands for styrene. അതാണ് Buna S. Bu for എന്താണ് butadiene, Na for sodium and S for styrene. It is also called SBR, styrene butadiene rubber. It has slightly less tensile strength than natural rubber and it is used for making automobile tires, rubber soles, belts and hoses etc. Buna N ആണെങ്കിൽ obtained by the copolymerization of 2 parts of butadiene and 1 part of acrylonitrile in presence of sodium metal. Buna N is hard and extremely resistant to swelling action by oils, solvents and is resistant to heat etc. Uses ആണെങ്കിൽ it is used for the manufacture of storage tanks for solvents, then for making oil seals etc. In butyl rubber, this is obtained as a result of copolymerization of butadiene and isobutylene. It is generally carried out in the presence of small quantity of isoprene. The function of isoprene is not exactly known. Isoprene function എന്താണ് ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് അറിയില്ല. ബ്യൂട്ടാഡൈനും ഐസോബ്യൂട്ടിലീനും കൂടെ ചേർന്നിട്ടാണ് ബ്യൂട്ടൈൽ റബ്ബർ ഫോം ചെയ്യുന്നത്. ബ്യൂട്ടൈൽ റബ്ബർ ആർ ഇനർട്ട് ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ബട്ട് ഹാവ് പുവർ റെസിസ്റ്റൻസ് ടു പെട്രോളിയം പ്രോഡക്ട്സ്. ഓക്കെ, ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇന്നർ ട്യൂബ്സ് ഓഫ് ടയേഴ്സ് ആൻഡ് ഫോർ മേക്കിംഗ് conveyor belts, tank linings and insulation of high voltage wires and cables etc. ഇത്രയുമാണ് അതിൽ വരുന്ന ബ്യൂട്ടൈൽ റബ്ബേഴ്സിന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റബ്ബേഴ്സിന്റെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നാച്ചുറൽ റബ്ബറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ നടത്തുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൾക്കനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൾഫറുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോസസ്സ്, അതായത് റബ്ബറിന്റെ പല പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ വൾക്കനൈസ് ചെയ്ത റബ്ബറിന് എക്സാമ്പിൾസ് ആണ് ബ്യൂണ N, ബ്യൂണ S, ബ്യൂട്ടൈൽ റബ്ബർ. അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഒലിഫീൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പോളി ഒലിഫീൻസ്. നെക്സ്റ്റ് ഈസ് പോളി ഒലിഫീൻസ്. നമുക്കറിയാം ഒലിഫീൻസ് എന്ന് പറയുന്നത് ഒലിഫീൻസ് ആർ കോമൺലി നോൺ ആസ് ആൽക്കീൻസ്. ഓക്കെ, ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോ കാർബൺസിൽ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് പറയുന്നത്. ആൽക്കീൻസിന്റെ കോമൺ നെയിം ആണ് ഒലിഫീൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൽക്കീനെ പോളിമറൈസ് ചെയ്തുണ്ടാകുന്ന ആ പോളിമേഴ്സിനെ നമ്മൾ കോമൺലി പറയുന്ന, കളക്റ്റീവ്ലി പറയുന്ന പേരാണ് പോളി ഒലിഫീൻസ്. ഓക്കെ, പോളി ഒലിഫീൻസ് ഈസ് എ മേജർ class of synthetic polymers made by the polymerization of an olefin or alkene or its suitable derivative. Most of these are obtained from the petrochemical industry. Polyethylene, polypropylene, PVC, Teflon etc. belongs to the class of polyolefins. അപ്പോൾ ഇതെല്ലാം എന്താണ്? പോളി ഒലിഫീൻസ് ആണ്. അതായത് ഒരു പോളിമർ ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു മോണോമർ വേണം. അപ്പോൾ ആ മോണോമറിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോണോമർ ആയിരിക്കും ഈ പോളിമേഴ്സിന്റെ എല്ലാം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദിസ് ക്ലാസ് ആർ ഡിസ്കസ്ഡ്. ഫസ്റ്റ് വൺ, polyethylene or polythene. It is formed by the polymerization of ethylene. നമുക്കറിയാം എത്ത് എന്ന് പറയുമ്പോൾ അവിടെ 2 കാർബൺ ആറ്റം and in between that 2 carbon atom 1 double bond is there. That means CH2 double bond CH2 എന്ന് പറയുന്ന ethylene ആണ് ഇവിടത്തെ മോണോമർ. It is manufactured in large quantities and it's most common polymer which you find almost everywhere. നമുക്കറിയാം പോളിത്തീൻ എന്ന് പറയാം, പോളിത്തീൻ ബാഗ്സും കവേഴ്സും ഒക്കെ ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻഡസ്ട്രിയൽ പോളിമർ ആണ് പോളി എഥിലീൻ. പോളിത്തീൻ ഈസ് of 2 types, that is low density polyethylene LDPE HDPE. Low density polyethylene ഉണ്ട്, high density polyethylene depending upon the nature of has branching in polymer chain and is not compact in polymer molecules.
Low density polyethylene has branching in polymer chains and is not compact in packing, while high density polyethylene has linear chain of molecules which are packed in a more compact fashion. അപ്പോൾ ഹൈ ഡെൻസിറ്റി പോളി എഥിലീനിൽ കൂടുതൽ ബ്രാഞ്ചിങ് വരും, അവിടുത്തെ പാക്കിങ്ങും എങ്ങനെയായിരിക്കും, വളരെ അറേഞ്ച്ഡ് ആയിരിക്കും. അതിൽ എഥിലീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2, ദാറ്റ് പോളി എഥിലീൻ ആകുമ്പോൾ ദ ഡബിൾ ബോണ്ട് ബ്രേക്സ് ആൻഡ് ദീസ് ടു കാർബൺ ആറ്റംസ് then started to bonded with other carbon atoms. Polyethylene is used for making pipes, insulators, packing films, carry bags, etc. അതിൽ നമുക്ക് കൂടുതലും അറിയാവുന്നത് ക്യാരി ബാഗ്സിന്റെ കേസാണ്. നമ്മൾ ഒത്തിരിയും പോളിത്തീൻ ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിമർ ഈസ് polypropylene. Okay, polypropylene, the monomer units. അപ്പോൾ polypropylene ആകുമ്പോൾ മോണോമർ യൂണിറ്റ്സ് ആരായിരിക്കും? യെസ്, propylene ആയിരിക്കും. Our monomer units are propylene molecules. It is generally manufactured by passing propylene through N-hexane containing Ziegler-Natta catalyst. And Ziegler-Natta catalyst എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. It is a mixture of triethyl aluminum and titanium chloride. ഇതിനെയാണ് Ziegler-Natta catalyst എന്ന് പറയുന്നത്. ട്രൈഇഥൈൽ അലൂമിനിയവും ടൈറ്റാനിയം ക്ലോറൈഡും കൂടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ടിനെയാണ്, ആ മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സീഗർ-നാറ്റ കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്രൊപ്ലീൻ മോളിക്യൂളിനെ പോളിമറൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ദിസ് കാറ്റലിസ്റ്റ്, ദെൻ വി വിൽ ഗെറ്റ് പോളിപ്രൊപ്ലീൻ. അതായത് ഇവിടുത്തെ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ ഹിയർ CH2, അപ്പോൾ ഇവിടെ കാർബണാറ്റത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ആ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാനായിട്ട് അവർ റിമൈനിങ് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. പോളിപ്രൊപ്പീൻ ഈസ് ഹാർഡർ, സ്ട്രോങ്ങർ ആൻഡ് ലൈറ്റർ ദാൻ പോളിഎഥിലീൻ. Polypropylene is used for packing textile material and food, lining of bags, gramophone records, ropes, carpet fibers, etc. Clear? Okay. Next one, Teflon or polytetrafluoroethylene. PTFE. അത് ടെഫ്ലോൺ എന്ന് നമുക്കറിയാം. കോമൺലി ടെഫ്ലോൺ നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ എല്ലാം കോട്ടിങ് വരുന്നത് എന്താണ്? ടെഫ്ലോൺ കോട്ടിംഗ് ആണ് വരുന്നത്. ടെഫ്ലോൺ കോട്ടഡ് നോൺ സ്റ്റിക്ക് apparatus we are using inside our kitchens. Okay, the monomer unit is tetrafluoroethylene molecule. Okay, അതായത് നമുക്കറിയാം എഥിലീൻ ആണ്. എഥിലീനിലെ 2 ഹൈഡ്രജന് പകരം അവിടെ എന്ത് വരുന്നു? ഫ്ലൂറിൻ വരുന്നു. CF2 ഡബിൾ ബോണ്ട് CF2. അതിനെയാണ് നമ്മൾ ടെട്രാഫ്ലൂറോ എഥിലീൻ എന്ന് പറയുന്നത്. tetrafluoroethylene molecule. Teflon is prepared by heating tetrafluoroethylene under pressure in the presence of ammonium peroxosulfate. ടെട്രാഫ്ലൂറോഎഥിലീനെ അമോണിയം പെറോക്സോ സൾഫേറ്റിന്റെ പ്രസൻസിൽ നമ്മൾ പ്രഷറിൽ ഹീറ്റ് ചെയ്യുന്നു, ദെൻ വി വിൽ ഗെറ്റ് CF2. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ CF2. Teflon is a very tough material and is resistant towards heat, action of acids or bases. Okay, അപ്പോൾ അത് എന്താണ്? ആക്ഷൻ ഓഫ് ഹീറ്റുമായിട്ട് റെസിസ്റ്റന്റ് ആണ്, ആസിഡുമായിട്ടും ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യുന്നതും വളരെ കുറവായിരിക്കും. It is bad conductor of electricity. Teflon എന്താണ്? Bad conductor of electricity. Teflon is used for coating utensils to make them non-sticking, making seals and gaskets which can withstand high pressures, installation of high frequency electrical installations. ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ടെഫ്ലോൺ യൂസ് ചെയ്യുന്നത്. Next one, PVC, polyvinyl chloride. The monomer units are vinyl chloride molecules. PVC is prepared by heating. Vinyl chloride is an insert solvent in the presence of dibenzoyl peroxide. അതായത് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എഥിലീനിലെ ഒരു ഹൈഡ്രജനെ മാറ്റി പകരം അവിടെ ക്ലോറിൻ വരുന്നതിനെയാണ് നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ആ വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടുത്തെ മോണോമർ. ആൻഡ് ഡൈബെൻസോയിൽ പെറോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ വി വിൽ ഗെറ്റ് പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, PVC is a hard horny material. However, it can be made to acquire any degree of capability by the addition of plasticizer.
It is resistant to chemicals as well as heat. It is used for making raincoats, handbags, toys, hose pipes, gramophone records, electrical insulation for covering, etc. നമുക്കിതിൽ കോമൺ ആയിട്ടും അറിയാവുന്നത് നമ്മുടെ ഹോസ് പൈപ്സ് ആയിരിക്കും, ബിക്കോസ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് PVC പൈപ്പുകളാണ്. Okay, and next one, polymethyl methacrylate, PMMA എന്ന് പറയും. Polymethyl methacrylate is a monomer unit. Its monomer unit is methyl methacrylate. ആ പേരിലുള്ള പോളി അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പേരിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കി പാർട്ട് ആയിരിക്കും ആ കോമ്പൗണ്ടിന്റെ, ആ പോളിമറിന്റെ മോണോമർ എന്ന് പറയുന്നത്. ഇവിടെ പോളിമീഥൈൽ മെത്താക്രിലേറ്റിലെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? മീഥൈൽ മെത്താക്രിലേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇതാണ് മീഥൈൽ മെത്താക്രിലേറ്റ്. അതിനെ പോളിമറൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? പോളിമേഴ്സ് ഫോം ചെയ്യുന്നു. PMMA is a hard and transparent polymer and PMMA is a hard and transparent polymer and quite resistant to the effect of heat, light and aging. അതായത് പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യത്തില്ല, ഹീറ്റിന്റെയും ലൈറ്റിന്റെയും പ്രസൻസിൽ ഡിഗ്രേഡ് ചെയ്യാത്ത ഒരു പോളിമർ ആണ് എന്ത്? PMMA. It has high optical clarity. It is used in the manufacture of lenses. അതിന് നല്ല ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ആയതുകൊണ്ട് തന്നെ ലെൻസ് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ട്രാൻസ്പെറന്റ് ഡോംസ് ആൻഡ് സ്കൈലൈറ്റ്സ്, dentures, aircraft window and protective coatings. Its commercial names are lucite, plexiglass, acrylate and perspex. ഇതൊക്കെയാണ് PMMAയുടെ കൊമേഴ്ഷ്യൽ നെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളിസ്റ്റർ. Some synthetic polymers have ester group. നമുക്കറിയാം ester group എന്ന് പറയുന്നത് COO ആണ്. And these are condensation polymers. The important members of this class are polyester and glyptyl resins. Okay, polyester എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് glyptyl resins ആണ്. Next one, terylene. It is a polymer obtained by the condensation reaction between ethyl and glycol and terephthalic acid. Ethyl, ethylene glycol and terephthalic acidന്റെ ഒരു മിക്സ്ഡ് രണ്ട് മോണോമേഴ്സ്. അപ്പൊ അത് എന്ത് പോളിമർ ആയിരിക്കും? കോപോളിമർ ആയിരിക്കും. അതായത് ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒരൊറ്റ മോണോമർ മാത്രം വരുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയുന്നത്. ഇതൊരു കോപോളിമർ ആണ്, ബിക്കോസ് ഇവിടുത്തെ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും ടെറിപ്താലിക് ആസിഡും കൂടെ ചേർന്നിട്ടുള്ളതാണ്. എഥിലീൻ ഗ്ലൈക്കോൾ, ദിസ് ഈസ് ടെറിപ്താലിക് ആസിഡ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോളി എസ്റ്റർ ഓർ ടെർലീൻ. Terylene is resistant to the action of most of the common chemicals and biological substances and also to absorption. Okay, അപ്പോൾ എന്താണ് പോളിസ്റ്റർ ഓർ ടെർലീൻ എന്ന് പറയുന്നത്? ഈ കോമൺ കെമിക്കൽസോ ബയോളജിക്കൽ ഓർഗാനിസംസിനെയോ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരു പോളിമർ ആണ് പോളി എസ്റ്റർ. ഇറ്റ് ഹാസ് എ ലോ മോയ്സ്ചർ അബ്സോർബിങ് പവർ. അതുകൊണ്ട് തന്നെ അതെന്താണ് നമുക്കറിയാം, നമ്മൾ പോളിസ്റ്റർ ടൈപ്പ് ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കാറുണ്ട്. കാര്യം അത് എയർ സർക്കുലേഷൻ അലൗ ചെയ്യത്തില്ല, മാത്രവുമല്ല സ്വെറ്റിനെ അബ്സോർബ് ചെയ്ത് എടുക്കത്തുമില്ല. ഹാസ് ലോ മോയ്സ്ചർ അബ്സോർബിങ് പവർ. such is widely used in making wash and wear fabrics. The polyester textile fibers made from the polyester and marketed under the trade name Terylene or Dacron. It is also blended with cotton and wool in clothing. Okay, next one, glyptyl or alkyl resins. Glyptyl is the general name of all polymers obtained by condensation of dibasic acids and polyhydroxy alcohols. The simplest glyptyl is polyethylene glycol phthalate, which is obtained by the condensation reaction between ethylene glycol and orthophthalic acid. അപ്പോൾ എഥിലീൻ ഗ്ലൈക്കോളും ഓർത്തോഥാലിക് ആസിഡും തമ്മിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പോളിമർ ആണ് എന്ത്? ഗ്ലിപ്റ്റൽ ഓർ